ജോർജ് ഇവിടെ ചോദിച്ചിട്ട് കൊടുത്താൽ മതി. ശരി സാർ. ഇവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. അല്പം ബ്രാൻഡി ആവാം, കുഴപ്പമില്ലല്ലോ. എഴുത്തച്ഛൻ എന്താ പറ്റിയ വിസ്കിയോ ബ്രാൻഡിയോ? എല്ലാം കുറേശ്ശെ പറ്റും. ഇവിടെ ബിസ്ക്കറ്റ്. ജിമ്മിലെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, നോക്കുന്നോ? അത് ബീറാണോ? നരേഷ് ടേക്കർ. മിസ്റ്റർ രാജൻ വേണുവിന്റെ റിലേഷൻ ആണോ? ഫാമിലി ഫ്രണ്ട്സ്. ബോംബെയിൽ എന്റെ ബ്രദറിന്റെ കൂടെ ആയിരുന്നു ആദ്യം വേണുവേട്ടൻ. 1, 2, 5, 10, 20, 25. ഹൈ, എത്ര കാറാ! ഇതിനൊക്കെ വലിയൊരു സംഖ്യ ചെലവും. മിണ്ടാതിരിക്കടോ, ബിസിനസ്സുകാർക്ക് ഇതൊക്കെ ഒരു ആവശ്യമാണോ? രാജൻ എല്ലാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകാനാണെന്ന് വേണു പറഞ്ഞു, ഓർമ്മയില്ലേ? അല്ല, ഈ തലപ്പാവ് കെട്ടിയ ചങ്ങാതി ഇനി ഈ വഴിക്ക് വരുവാവോ? വരുവടോ, ദൂരെ കാട്ടണ്ട. മറ്റുള്ളവർക്ക് എന്താ തോന്നുക? കമ്പനിയായി ലേലം വിളിക്കാമെന്ന് നിശ്ചയിക്കുക, കയറ്റി വിളിക്കില്ലെന്ന് ഉറപ്പിക്കുക. എന്നിട്ട് ഒരുമാതിരി നമുക്ക് തന്നില്ലേ അവൻ? ആ, മദ്രാസിലെ പഴയ ഒരു ബാരിസ്റ്റർ എത്തിരാജിനെ പറ്റി ഒരു ജോക്കുണ്ട്. ബാരിസ്റ്റർ ആണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ മഹാവീരനായിരുന്നു. സ്നേഹിതന്മാര് ചോദിച്ചു എന്താ കല്യാണം കഴിക്കാത്തെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞത് കേൾക്കണോ? Why should I marry when all my friends are married? സ്നേഹിതന്മാർക്ക് ഭാര്യമാരുള്ളപ്പോൾ എന്തിനാ കല്യാണം കഴിക്കുന്നെന്ന് അല്ലേ വേണു? മതി വർഗീസേ, കാർ ഓടിക്കേണ്ടതല്ലേ. വർഗീസിന്റെ ഭാര്യ എന്നെ വഴക്ക് പറയില്ലേ? എനിക്ക് വീട് വേണു. വർഗീസിന്റെ ഭാര്യയോട് എനിക്കൊരു ഉത്തരവാദിത്വമില്ലേ? വീട് വീട്. വീട്ടിൽ അച്ഛൻ തീരെ വയ്യ. വേണു ഇവിടെ. ഞങ്ങളൊന്ന് നേരത്തെ പോകും. ഞങ്ങളുടെ വണ്ടിയില്ല. വേണുവിന്റെ വണ്ടി ചെന്നിറങ്ങിയിട്ട് തിരിച്ചുവിടാം. വണ്ടികൾ ഇഷ്ടം പോലെയുണ്ട്, ഞാൻ പറയാം. വരൂ, നമുക്കൊന്ന് ചുറ്റാം. ചിലരെ പരിചയപ്പെടുത്താൻ ബാക്കിയുണ്ട്. വരൂ. എടാ, നീയൊക്കെ എന്നാ കാശുകാരനായ നീ വർഗീസിന് അറിയാവടാ. അലമ്പിക്കാതെ വർഗീസേ. ഓ, ഞാൻ മാക്സിമം ക്ഷമിക്കുന്നു. ആ വണ്ടി പൊയ്ക്കോളൂ. എടാ, മരം വാങ്ങാൻ പറഞ്ഞ ജപ്പാൻകാരനും ഇറ്റലിക്കാരനും കൂട്ടിക്കൊടുത്ത് എനിക്ക് ആളാകേണ്ട. എന്നെ തഴഞ്ഞു നീ. സമയവും സ്ഥലവും പറ്റിയതല്ല വർഗീസേ. പോ. എന്താ വേണോട്ടാ? ഏയ്, വർഗീസ് ഇത്തിരി ഓവറായി. പറഞ്ഞു വിട്ടു. പാർട്ടിയിൽ അങ്ങനെ ചിലത് വേണ്ടേ? ഭക്ഷണം എടുക്കാൻ പറട്ടെ? അയാള് വീണതല്ല, വേണോട്ടം തല്ലിയതാ, ഞാൻ കണ്ടു. അടിയായിരുന്നു അങ്ങനെ സൈസാ. എന്നാലും ഇങ്ങനെ തല്ലേ? ഇന്നലെ മടങ്ങാൻ പറ്റിയില്ല. വെളുപ്പിന് ഒറ്റ വിടൽ വിട്ടു. അച്ഛൻ ഇന്നലെ വൈകുന്നേരം പോയി. ഇന്ന് പഞ്ചായത്ത് ഓഫീസില് അത്യാവശ്യം എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛന്റെ ചെക്കപ്പിന്റെ റിസൾട്ടൊക്കെ കിട്ടി. ഏയ്, ഒന്നുമില്ല. നാട്ടിലെ ആ ഡോക്ടർ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചതാ. അച്ഛന് വലിയ സന്തോഷായി. കുടിക്കാൻ വല്ലതും എടുക്കാൻ പറയണോ? വേണ്ട, ഉണ്ട് കളയാം. വിശപ്പ്. രാവിലെ എവിടെയും ബ്രേക്ക്ഫാസ്റ്റ് നിർത്താൻ പറ്റില്ല. ആയിരിക്കണോ? വേണോട്ടിന് വിശക്കണോന്ന് പറഞ്ഞു. വേഗം നോക്കൂ. ആയി, കാറിൽ കയറിയ ജലപാനം കഴിക്കാൻ കൂടി നിർത്തില്ല. ശരീരം നോക്കാണ്ടുള്ള ഈ ഓട്ടം. നമുക്ക് വേറൊരു വീടുണ്ട്, ഒരു ഗസ്റ്റ് ഹൗസ് പോലെ. അവിടെ ഇപ്പൊ ഒരു എഞ്ചിനീയർ താമസിക്കുക. ഞാൻ അവിടേക്ക് മാറും. നാളെയോ മറ്റന്നാളായോ അതിനുള്ള ഏർപ്പാട് നോക്കണം. എന്തിന്? അത് ചെറുതാ, എനിക്കത് ധാരാളം മതി. അയ്യോ, ഞങ്ങൾ അങ്ങോട്ട് മാറാം. നാട്ടിൽ നിന്നൊക്കെ ഗസ്റ്റുകൾ വരാനുള്ള നിങ്ങൾക്കല്ലേ. നിങ്ങൾ ഇവിടെ. പക്ഷെ ഭക്ഷണത്തിന്റെ സമയത്ത് മിക്കവാറും ഞാനിവിടെ ഹാജരുണ്ടാവും. വിശക്കുന്നു. രാജൻ വരാൻ ചോദിച്ചേ. നമ്പർ അറിയില്ലേ? അറിയാം, എല്ലാ നമ്പറും പഠിച്ചു വെച്ചിട്ടുണ്ട്. യെസ്. ആ, വന്നുവോ? ശരി, കഴിച്ചോളാൻ പറയൂ. എനിക്കൊരു അരമണിക്കൂർ താമസമുണ്ട്.
ആ ശരി. സീ ഫേസിലെ റിസപ്ഷന്റെ ബില്ലായി 34,000. സ്കോച്ച് പെടില്ല, അതിന് വേറെ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ആ കണക്ക് മുതലാളിക്ക് അറിയൂ. ഭയങ്കര പാർട്ടിയായി പോയല്ലോ. പാർട്ട്ണർ അല്ലേ? ഓ, പാർട്ട്ണർഷിപ്പ് ഒക്കെ ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ബിനാമി പാർട്ട്ണർഷിപ്പ് ആണെന്ന് ഓഫീസർമാർക്കും അറിയാം. ഓക്കെ, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ആ പാർട്ടിക്ക് നാട്ടിൽ നിന്ന് വന്ന ഒരാളുണ്ടല്ലോ, കുടിച്ച് പൂസായ ഒരു ചങ്ങായി, എഴുത്തച്ഛൻ. അയാള് പറയാ മുതലാളിയാണത്ര ആദ്യം ആലോചിച്ചത് ഈ പെണ്ണിനെ. അപ്പോ കല്യാണവും മുതലാളിയുടെ അഡ്ജസ്റ്റ്മെന്റ് തന്നെ ആണോ റൈറ്ററെ? വേണുവേട്ടൻ കിടക്കാണ്. വല്ലാതെ ടയേർഡായിട്ടുണ്ട്. കൂടെ ഡ്രൈവർ ഉണ്ടാവുമ്പോഴും എന്തിനാ ഇക്കണ്ട ദൂരം അവനവൻ തന്നെ കാർ ഓടിക്കണമെന്ന് ചോദിച്ചു ഞാൻ. മൈസൂര് എല്ലാ മാസവും ലേലം ഉണ്ടാവോ? ചിലപ്പോ. ഞാൻ മൈസൂര് കണ്ടിട്ടില്ല. ഹലോ. ദേവി, ഫോൺ വെച്ചേക്കൂ. ഓ ശരി. വേണുവേട്ട അകത്തുനിന്ന് എടുത്തു. ആളുകളൊന്ന് റെസ്റ്റ് ചെയ്യാനും സമ്മതിക്കില്ലല്ലേ? ശല്യം. ഭംഗിയായിട്ടൊരു മയക്കം വരുമ്പോഴാ ഫോൺ. ഞാനെടുത്ത് പിന്നെ വിളിക്കാൻ പറയായിരുന്നു. ആവശ്യമുള്ള ആള് തന്നെ, കോർപ്പറേഷൻ കമ്മീഷണർ. പെട്ടെന്നൊരു കടിഞ്ഞായ തരാൻ പറ്റുമെന്ന് ചോദിച്ച കുമാരേട്ടനോട്. ഉണ്ടാക്കാലോ. കണ്ണൂർക്കാരുടെ ചെക്ക് വന്നോ? ഇല്ല. ഓ, മറന്നു. കൺസർവേറ്ററെ കാണാന്ന് പറഞ്ഞിരുന്നു. ദേവി, ചായ വേണ്ട, ഞാൻ പോണു, തിരക്കുണ്ട്. അയ്യോ നിക്കൂ, ഒറ്റ മിനിറ്റ് മതി. ചായ കുടിച്ചിട്ട് പോയാ മതി. മാലി അപാരം. പക്ഷെ കച്ചേരിക്ക് കാശ് വാങ്ങിയ ആളെ കണ്ടെന്ന് വരില്ല. പലയിടത്തും കുടിച്ചു കിടപ്പുണ്ടാവും. പക്ഷെ എടുത്തുകൊണ്ടിരുത്തി ഫ്ലൂട്ട് കയ്യിൽ വെച്ചു കൊടുത്താൽ മതി, പിന്നെ ഒരു പിടി പിടിക്കും. ജീനിയസുകൾ അങ്ങനെയാവും. മാലിയുടെ പുല്ലാങ്കുഴലായിരുന്നു. കേട്ടിട്ടുണ്ടോ? എന്തേ സംഗീതത്തിന്റെ ക്ലാസ് നിർത്തിയത്? ഞാൻ വിചാരിച്ചില്ല കേട്ടോ വേണുവേട്ടന് ഇതിലൊക്കെ കമ്പണ്ടെന്ന്. ഓ, വേഗം ലൈറ്റ് അണക്കേ, എനിക്ക് ഉറങ്ങണം.